വെള്ളാപ്പള്ളിക്ക് ഇനിയും മതിയായില്ലേ? ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ള് കച്ചവടമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുരുദേവൻ ഇത് കൊടുക്കരുതല്ലേ, കള്ള് ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, സമസ്ത തുടങ്ങിയ ന്യൂനപക്ഷ സംഘടനകളുടെ ഒരു ഏകീകരണം അവിടെ സംഭവിച്ചു. അങ്ങനെ സംഘടിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഒന്ന് വെള്ളാപ്പള്ളിയായിരുന്നു. സുവർണ ജൂബിലി ഫണ്ട് തട്ടിപ്പ് വെള്ളാപ്പള്ളി നടേശന്റെ കേസുണ്ട്. അതിൽ താൻ കുറ്റക്കാരനല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാധ്യമങ്ങളുടെ നാണം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളി കുറ്റക്കാരനല്ലേ? പിന്നെ ഈ കേസൊക്കെ എങ്ങനെ സ്വയംഭൂവാണോ? വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടും ED എന്ന് പറയുന്ന ഒന്നിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടും EDയെയും കസ്റ്റംസിനെയും CBI ഉപയോഗിച്ചുകൊണ്ട് മറ്റു പലർക്കെതിരായ ആയുധങ്ങളാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യോഗനാഥ മാസികയിലെ എഡിറ്റോറിയലിലൂടെ വെള്ളാപ്പള്ളി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ തനിക്കെതിരെ മാധ്യമങ്ങൾ, അതായത് പടച്ചുവിടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് തന്നെ തേജോവധം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, SNDP യോഗത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ ലീഗിനെ കുറിച്ചും ഇവിടെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗ് എന്ന വർഗീയ സംഘടനയെ താലോലിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ചിന്തിക്കുന്നത് വർഗീയമായി മാത്രമാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. വെള്ളാപ്പള്ളിക്ക് ഇനിയും മതിയായില്ലേ എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. മാധ്യമങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ എന്തിന് അജണ്ട സെറ്റ് ചെയ്യണം? വെള്ളാപ്പള്ളി പറയുന്ന അജണ്ട സെറ്റ് ചെയ്യലാണ്. എന്തിനു വേണ്ടിയിട്ട്? വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, മാധ്യമങ്ങൾക്ക് അത്ര കാണാൻ കൊള്ളാത്തവനൊന്നും അല്ല. അസ്പൃശ്യൻ എന്ന് പറയും. അസ്പൃശ്യതയൊന്നും വെള്ളാപ്പള്ളി നടേശനോടില്ല മാധ്യമങ്ങൾക്ക്. പിന്നെ എന്തിന് അജണ്ട സെറ്റ് ചെയ്യണം? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടും SNDP യോഗം എന്ന് പറയുന്ന ആ ഒരു വലിയ സംഘടനയോടും മാധ്യമങ്ങൾക്ക്, വ്യക്തി എന്നാണ് ഉദ്ദേശിച്ചത്, മാധ്യമങ്ങൾക്ക് വലിയ പകയൊന്നുമില്ല. പക അല്ലെങ്കിൽ പക വെച്ച് പുലർത്തേണ്ട ആവശ്യവും ഇക്കാര്യത്തിലില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. വെള്ളാപ്പള്ളി എടുക്കുന്ന നിലപാടുകളോടും വെള്ളാപ്പള്ളി ഈ കഴിഞ്ഞ 30 വർഷക്കാലമായി ഒരു സമുദായത്തെ ഊറ്റി ജീവിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ തിരിയുന്നത്. വെള്ളാപ്പള്ളി ഇവിടെ നടത്തിയിട്ടുള്ളതെല്ലാം ക്രമവിരുദ്ധമായ ഇടപാടുകളാണെന്നും അതിനകത്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങൾ അതിനകത്ത് അന്തർലീനമായിരിക്കുന്നു. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പലപ്പോഴും വെള്ളാപ്പള്ളിക്ക് എതിരായ സമീപനം സ്വീകരിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് ഞാൻ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി എന്തോ മലമറിച്ചു എന്നാണ് പറയുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് മലമറിച്ചു എന്നുള്ളത് വെള്ളാപ്പള്ളി വ്യക്തമാക്കണം. ഇവിടെ പിന്നോക്ക ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഫിനാൻസ് കേസ് എങ്ങനെയുണ്ടായി? സ്വന്തം സമുദായത്തിലുള്ള അവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഇഷ്യൂ ചെയ്തപ്പോൾ ആ ഫണ്ട് കൊണ്ടുവന്ന് വമ്പം പലിശയ്ക്ക് ഫിനാൻസ് നടത്തിയെടുത്ത ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ ആ വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് ഈ പറയുന്ന സമുദായ നേതാവായി മാറുന്നത്? പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി എന്താണ് ഇവിടെ ചെയ്തത്? ഇങ്ങനെ നോക്കിക്കേ, മൈക്രോ ഫിനാൻസ് കേസിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കണമല്ലോ. SN ട്രസ്റ്റിന്റെ സുവർണ ജൂബിലി ബിൽഡിംഗ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റി. എവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചു പിന്നെ സമുദായ സ്നേഹം? ഇല്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ കേരളത്തിൽ എന്താണ് SNDP യോഗത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നോക്ക വിഭാഗക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ടല്ലോ. അപ്പൊ ആദർശത്തിൽ നിന്നും വ്യതിരിക്തമായി മാറിയതുകൊണ്ടുള്ള വിഭിന്നമായി ചിന്തിക്കുന്ന ഒരാളല്ലേ വെള്ളാപ്പള്ളി. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറയേണ്ടത് ഇവിടെ എല്ലാ സമുദായക്കാരെയും എല്ലാ മതക്കാരെയും ഒരുപോലെ കാണാൻ ശീലിക്കുക എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അതാണോ ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ബിസിനസ് വിട്ടേക്കു. ഗുരുദേവൻ പറഞ്ഞ വെള്ളാപ്പള്ളി നടത്തുന്ന ബിസിനസ് വിട്ടേക്കു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ള് കച്ചവടമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം വെള്ളാപ്പള്ളി ഗുരുദേവൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗുരുദേവൻ ഇത് കൊടുക്കരുതല്ലേ, കള്ള് ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മദ്യം വിഷമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മദ്യം വിറ്റിട്ട് അദ്ദേഹം കാശുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ശ്രീനാരായണ ദർശനങ്ങളിൽ നിന്നും തീർത്തും മറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെയാണ് സമുദായം അംഗീകരിക്കേണ്ടത്? ഇപ്പൊ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരായി ഗുരു എന്താ പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്നു, അല്ലെ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വന് വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാണിത് എന്ന് പറയുന്നു. അപ്പം ഈ പറയുന്ന പോലെ ജാതിഭേദവും മതഭേദവും ഇല്ലാത്ത ഒരു നാടിന് വേണ്ടി ആഗ്രഹിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ രൂപം കൊടുത്ത SNDP പോലെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇരു മുന്നണികളും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നവരായി മാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്?
മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിൽ പ്രവർത്തിക്കാൻ പിന്നെ അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തിക്കാൻ യോഗ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നേ, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിനകത്ത് പല ഹിന്ദു മതത്തിൽപ്പെട്ടവരുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഇവിടെ കേരളത്തിൽ പിന്നെ രാഷ്ട്രീയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, രാജ്യത്ത് തന്നെ രാഷ്ട്രീയമായി പ്രവർത്തിച്ചു ആണ് IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. അപ്പൊ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ഈ പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന ഒന്നിനെ കൊണ്ട് കിട്ടുക? അങ്ങനെയുള്ള രാഷ്ട്രീയ സംഘടന പിന്നെ രണ്ട് മുന്നണികളും ഈ പറയുന്ന മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു. ഇത് രാഷ്ട്രീയമായിട്ടല്ലേ മുസ്ലിം ലീഗുമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്നത്? ഇപ്പം CPM ആണെങ്കിൽ CPM നേതൃത്വം കൊടുക്കുന്ന LDF ആണെങ്കിലും പിന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണെങ്കിലും രണ്ട് മുന്നണികളും ചിന്തിക്കുന്നത് എന്താ? ലീഗിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. ഇപ്പം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അതിൻ്റെ വ്യത്യാസം സംഭവിച്ചത്. മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ സമസ്ത തുടങ്ങിയ ന്യൂനപക്ഷ സംഘടനകളുടെ ഒരു ഏകീകരണം അവിടെ സംഭവിച്ചു. അപ്പൊ അത് അങ്ങനെ സംഘടിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഒന്ന് വെള്ളാപ്പള്ളിയായിരുന്നു. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾക്കെതിരായിട്ടാണ് ശരിക്കും ഈ പറയുന്ന ലീഗാണെങ്കിലും സമസ്തയാണെങ്കിലും ഇവരെല്ലാം ഒന്നിച്ചത്. അത് 100% ഷുവറാണ്. എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി മലപ്പുറത്തെ കുറ്റം പറയുന്നു, വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു. അവിടെ പിന്നെ മലപ്പുറത്ത് ഈഴവ സംഘടനകൾ അല്ലെങ്കിൽ ഈഴവർ ശ്വാസം മുട്ടി ജീവിക്കുകയാണെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു പിന്നെ ഒരു സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ നമുക്കറിയാവുന്ന പോലെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത് വിവാദമായി. അപ്പൊ ആ വിവാദത്തെയും വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിരുദ്ധ മുസ്ലിം വിരുദ്ധ പരാമർശത്തെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തമായ ഒരു ആയുധമാക്കി UDF ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ കാര്യമായി ഉപയോഗിച്ച ഒരാള് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയാണ്, VD സതീശൻ തന്നെയാണ്. അതിനെ കൃത്യമായി എയിം ചെയ്യാനും കൃത്യമായി അത് തിരനിറച്ച് കൊണ്ടുപോകാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോഴും UDF അവിടെ വിജയിപ്പിച്ചതിൽ വെള്ളാപ്പള്ളി നടേശന് ഒരു വലിയ പങ്കുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത്, അപ്പൊ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കാലാകാലങ്ങളായി ഒരു മൃദു സമീപനം പുലർത്തിപ്പോരുന്ന ഒന്നാണ് ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും എന്ന് പറഞ്ഞു വെക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് രണ്ടുമല്ലാതെ മറ്റൊരു മുന്നണിക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന രീതിയിലല്ലേ ആ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവിടെ BJP പോലൊരു രാഷ്ട്രീയ സംഘടനയെ അല്ലെങ്കിൽ NDA പോലൊരു മുന്നണിക്ക് ഇവിടെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ കേരളത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വലിയ കോളുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് ആണെങ്കിലും സമസ്ത ലീഗ്, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, ഇവരെല്ലാം ഇതിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ്. അതിപ്പം ഹിന്ദു തീവ്രവാദമാണെങ്കിലും പിന്നെ മുസ്ലിം തീവ്രവാദമാണെങ്കിലും രണ്ടിനെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ കേരളത്തിലുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം. അതിൽ ആദ്യം മാറ്റി നിർത്തേണ്ട വെള്ളാപ്പള്ളിയാണ്. അപ്പൊ ആ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ഈ രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ എന്താ പറയുക, ഒരു കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയും, മതസൗഹാർദ്ദം, അതിന് ശക്തമായി വിഘാതം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇത്തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ എപ്പോഴും കേരളത്തിൽ ഒരു മതസൗഹാർദ്ദം നിലനിന്ന് പോരാണ്. ചില മാധ്യമങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ മീഡിയ വൺ പോലെയുള്ള, ജനൻ TV പോലെയുള്ള അത്തരത്തിലുള്ള ചാനലുകളെ നമ്മൾ ഒഴിവാക്കി നിർത്തി ബാക്കിയുള്ള ചാനലുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവർക്കെല്ലാവർക്കും പൊളിറ്റിക്സിലൂടെയാണ് അവർ പോകുന്നത്. അവർക്ക് രാഷ്ട്രീയമുണ്ട്. ഇപ്പം മറ്റേത് നമ്മൾ മൗമൂദി ചാനൽ മീഡിയ വൺ വിളിക്കുമ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പൊളിറ്റിക്സ് അല്ല, അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സംവിധാനങ്ങളല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വേർഷനാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പൊ ജനൻ TVയെ സംബന്ധിച്ചിടത്തോളം അവിടെ പൊളിറ്റിക്സ് അല്ല, അവിടെ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് ആ മാധ്യമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം ഇങ്ങനെ ഇത് രണ്ടും അങ്ങോട്ട് ഒഴിവാക്കി നിർത്തി ബാക്കിയെല്ലാം പൊളിറ്റിക്കലായിട്ടാണ് ഇവിടെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ അല്ലെങ്കിൽ എല്ലാ ചാനലുകളും ഒരുമിക്കുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഹിഡൻ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി ഈ 90-ാം വയസ്സിൽ ആക്രമിച്ചിട്ട് എന്താ കാര്യം? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നൊരു വ്യക്തി മാറില്ല. പിന്നെ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് കേസുകൾ നിലവിലില്ല എന്ന് വെള്ളാപ്പള്ളി ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എത്രയധികം കേസുകളുണ്ട്. പണ്ട് VS അച്യുതാനന്ദന് കൊടുത്ത മൈക്രോ ഫിനാൻസ് മുതൽ അതിനു മുമ്പ് ശാശ്വതീകാനന്ദന്റെ മരണം മുതൽ മരണം അങ്ങനെ തുടങ്ങി എത്ര കേസുകൾ വെള്ളാപ്പള്ളിക്കുണ്ട്. KK മഹേഷിന്റെ ആത്മഹത്യ അടക്കമുള്ള ഇതിൽ വെള്ളാപ്പള്ളി നടേശനില്ലേ? ഈ പറയുന്ന പോലെ SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സുവർണ്ണ ജൂബിലി ഫണ്ട് തട്ടിപ്പ് വെള്ളാപ്പള്ളി നടേശന്റെ കേസുണ്ട്. അതിൽ താൻ കുറ്റക്കാരനല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാധ്യമങ്ങളുടെ നാണം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളി കുറ്റക്കാരനല്ലേ? പിന്നെ ഈ കേസൊക്കെ എങ്ങനെ സ്വയംഭൂവാണോ? വെള്ളാപ്പള്ളിക്കെതിരെ ആരാണ് കേസ് കൊടുക്കുന്നത്? ഇതൊക്കെ ശരിക്കും ഉണ്ടായ സംഭവങ്ങളല്ലേ? ഇത് ഇപ്പൊ സുവർണ്ണ ജൂബിലി ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ലേ?
ഇപ്പൊ ഈ പറയുന്ന പോലെ ഇതിനകത്ത് ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ലീസിന് കൊടുത്തുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടില്ലേ? ഇല്ല എന്ന് വെള്ളാപ്പള്ളി തെളിയിക്കട്ടെ. ഇതെല്ലാം വെള്ളാപ്പള്ളിക്ക് തെളിയിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, കോടതിയില്ലേ ഇവിടെ. ഇതെല്ലാം തനിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്ന് വെള്ളാപ്പള്ളി തെളിയിക്കട്ടെ. തെളിയിച്ചു കഴിഞ്ഞാൽ സേഫ് ആയില്ലേ? പിന്നെ വെള്ളാപ്പള്ളിക്ക് പറയാമല്ലോ, ഞാൻ കണ്ടില്ലേ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് വെള്ളാപ്പള്ളിക്ക് ഏത് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ ആ വെള്ളാപ്പള്ളി തെറ്റ് ചെയ്യാതിരിക്കണം. വെള്ളാപ്പള്ളി നാളിതുവരെയായി ഞാനൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്ന് വെള്ളാപ്പള്ളിക്ക് നെഞ്ചി കവിച്ച് പറയാനുള്ള യോഗ്യത ഇല്ല. പറയാമോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, അതിനുള്ള യോഗ്യതയില്ല വെള്ളാപ്പള്ളിക്ക്. അപ്പം അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന പോലെ മാധ്യമ അജണ്ടകൾ എനിക്കെതിരാണ്, മാധ്യമങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരാളല്ലേ വെള്ളാപ്പള്ളി നടേശൻ. എന്തുകൊണ്ട് പിന്നെ ഇനിയും പോട്ടെ, ഇനിയും വെള്ളാപ്പള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ചാനലുകൾ ഇവിടെയുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ പിന്നെ അതിനകത്ത് കയറുന്ന സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞൂടെ? ബാക്കി എല്ലാ മാധ്യമങ്ങളും വളച്ചൊടിക്കലാണെങ്കിൽ. അപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിന്റെ ഒരു കമ്മ്യൂണൽ ഹാർമണിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ നഞ്ച് കലക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അത് വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടും ED എന്ന് പറയുന്ന ഒന്നിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടും EDയെയും കസ്റ്റംസിനെയും CBI ഉപയോഗിച്ചുകൊണ്ട് മറ്റു പലർക്കെതിരായ ആയുധങ്ങളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ രീതിയിലുള്ള കൊണ്ടുവന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി അങ്ങനെ നിൽക്കുന്നത്. പിന്നെ കേരളത്തിൽ ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് പോലെയുള്ള കേസുകൾ ഇനി തനിക്കെതിരെ ഒരു വലിയ രാഷ്ട്രീയ ആരോപണമാകരുത് എന്ന് കരുതി തന്നെയുമാണ് വെള്ളാപ്പള്ളി ഇങ്ങനത്തെ കളി കളിക്കുന്നത്. പിന്നെ വെള്ളാപ്പള്ളിക്കെതിരായി യാതൊരു വിധത്തിലുള്ള മാധ്യമ അജണ്ടകളും ഇന്ന് നിലവിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളത് വെള്ളാപ്പള്ളി കൂടി മനസ്സിലാക്കണം.